നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. നെടുമ്പാൾ കോഴി ഫാമിൽ പട്ടാപ്പകൽ തെരുവുനായ ആക്രമണത്തിൽ 1000-ഓളം കോഴികൾ ചത്തു. കൂടുതൽ കോഴികൾക്ക് പരിക്കുണ്ട്. നെടുമ്പാൾ കുറ്റിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ ഫാമിൽ വെള്ളിയാഴ്ച രാവിലെ 11-നായിരുന്നു സംഭവം. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ശാസ്താംപൂവം ആദിവാസി കോളനിയെ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി നടപ്പിലാക്കുന്നതിന് തെരഞ്ഞെടുത്തതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റും അളകപ്പനഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പ്രൈമറി കെയർ യൂണിറ്റും സംയുക്തമായി അസീസി വൃദ്ധസദനം സന്ദർശിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചെസ് ടൂർണമെന്റിൽ മട്ടത്തൂർ പഞ്ചായത്തിലെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്ത ജോൺ മാത്യുവിന് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. അളകപ്പനഗർ കാഞ്ഞൂർ ചുങ്കം ശ്രീ വിദ്യാധിരാജ NSS വിദ്യാപീഠം സ്കൂളിൽ വാർഷികാഘോഷം ടെലിവിഷൻ താരം കലാഭവൻ KC രഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നെടുമ്പാൾ കോഴി ഫാമിൽ പട്ടാപ്പകൽ തെരുവുനായ ആക്രമണത്തിൽ 1000-ഓളം കോഴികൾ ചത്തു. കൂടുതൽ കോഴികൾക്ക് പരിക്കുണ്ട്. നെടുമ്പാൾ കുറ്റിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ ഫാമിൽ വെള്ളിയാഴ്ച രാവിലെ 11-നായിരുന്നു സംഭവം. ഉണ്ണികൃഷ്ണനും ഭാര്യ സീമയും രാവിലെ കോഴികൾക്ക് തീറ്റ നൽകി പോയതിന് പിന്നാലെ എത്തിയ 6 തെരുവു നായ്ക്കൾ കൂട് തകർത്ത് അകത്തു കയറുകയായിരുന്നു. 10 ദിവസം കഴിഞ്ഞാൽ വിൽപ്പനയ്ക്ക് പാകമാകുന്ന 1675 കോഴികളുണ്ടായിരുന്നു ഫാമിൽ. ഏകദേശം 1500 കോഴികൾ 1600 കോഴികളുണ്ട്. അതിൽ തെരുവ് നായ്ക്കൾ കൂട് തകർത്ത് പകൽ 11 മണി ആയിട്ടുണ്ടായിരിക്കും, 10 മണി 11 മണി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ കയറി 1000 കോഴികളെ അപ്പോൾ തന്നെ തത്സമയം കടിച്ചു കൊന്നു. ബാക്കി പല കോഴികൾക്കും പരക്കുകളോടെ ആണ് കിടക്കുന്നത്. 10 ദിവസം കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വിൽപ്പനയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന കോഴികളാണ്. അങ്ങനെയുള്ള കോഴികളാണ് കൂടുതലും ചത്തത്. 6 നായ്ക്കളുണ്ടായിരുന്നു കൂടിനകത്ത്. ആൾ വരുമ്പോൾ 7 മണി 8 മണിയോട് കൂടി ഞങ്ങൾ തീറ്റിയിട്ട് പോയതാണ്. അതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. ഏകദേശം 2 ഞാനും ഭർത്താവും കൂടിയാണ് ഈ കോഴി ഫാമൊക്കെ നോക്കി നടത്തുന്നത്. വേറെ പണിക്കാരൊന്നും ഇല്ല. ഇതിനുള്ള ലാഭമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സാമ്പത്തികമായി ഇതായതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് നോക്കി നടത്തുന്നത്. ഇന്ന് കാലത്ത് തീറ്റയൊക്കെ ഇട്ട് പോയതാണ്. ഇതിപ്പോൾ ഇങ്ങനെ 10-10:30 നേരത്ത് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഞങ്ങൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആകെ തലകർക്കും വിഷമൊക്കെ ആയിരുന്നു, സങ്കടമൊക്കെ ആയിട്ട് നിൽക്കണം. എന്ത് ചെയ്യാൻ അങ്ങനെയൊക്കെ പറ്റി. അകത്ത് കയറിയ നായ്ക്കൾ തലങ്ങും വിലങ്ങും പാഞ്ഞു നടന്നു. കണ്ണിൽ കണ്ട കോഴികളെല്ലാം ആക്രമിച്ചു. നിരവധി കോഴികൾക്ക് കടിയേറ്റു. 2 പറമ്പപ്പുറത്ത് താമസിക്കുന്ന ഉണ്ണികൃഷ്ണനും ഭാര്യയും കോഴികളുടെ ശബ്ദം കേട്ടെത്തിയാണ് തെരുവ് നായകളെ ഓടിച്ചത്. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഫാം ഉടമ പറഞ്ഞു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, പഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തി. പ്രദേശത്ത് തെരുവ് നായ ശല്യം പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതുമൂലം രാത്രിയിൽ നെടുമ്പാൾ, തൊട്ടിപ്പാൾ, മുളങ്ങ്, പള്ളം പ്രദേശങ്ങളിൽ ഇരുചക്ര വാഹനയാത്ര ദുഷ്കരമാണ്. ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നെടുമ്പാളിൽ ഈ ഫാമിൽ കാണാൻ സാധിക്കുന്നത്. 1000-ൽ പരം കോഴികളെ തെരുവുനായകൾ വന്ന് ആക്രമിച്ച് കുറേ കോഴികളെ ആക്രമിച്ചിട്ടിരിക്കുകയാണ്. അതൊക്കെ ഇന്നും നാളേക്ക് ആയിട്ട് ചത്തുപോകും. ഈ തെരുവുനായയുടെ ആക്രമണം ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത്. ഇതിന് സമാനമായി ചില ഒരു വീടുകളിൽ കുറച്ച് നാൾ മുന്നേ കുറച്ച് കോഴികൾ, കുറച്ച് താറാവ്, അങ്ങനെ സാധനങ്ങളൊക്കെ കൂട്ടമായി വന്ന് ആക്രമിക്കുന്ന ഒരു സംഗതി ഉണ്ടായി. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ശാസ്താംപൂവം ആദിവാസി കോളനിയെ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി നടപ്പിലാക്കുന്നതിന് തെരഞ്ഞെടുത്തതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ഇത് സംബന്ധിച്ച പട്ടികജാതി പട്ടിക വികസന വകുപ്പിന്റെ ഉത്തരവ് ലഭിച്ചതായും MLA അറിയിച്ചു. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി കോളനിയിൽ നടപ്പിലാക്കുക. ഇതിനായി കോളനി നിവാസികളുടെ യോഗം വിളിച്ചു ചേർത്ത് മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിനും നടപടി സ്വീകരിക്കും. വ്യക്തിഗത ഗുണഭോക്തൃ പ്രവൃത്തികളായ ഭവന നിർമ്മാണം, ഭവന പുനരുദ്ധാരണം, ശുചിമുറി നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ പ്രവൃത്തികൾ നിർവഹണ ഏജൻസികൾ നൽകാതെ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് ചെയ്യുന്നതിന് തുക അനുവദിക്കുന്നതിനും ഉത്തരവിൽ അനുമതി നൽകിയിട്ടുണ്ട്. പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റും
അളകപ്പനഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പ്രൈമറി കെയർ യൂണിറ്റും സംയുക്തമായി അസീസി വൃദ്ധസദനത്തിലെ അന്തേവാസികളോടൊപ്പം ഒരു ദിവസം ചെലവഴിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് എല്ലാവർക്കും മധുരം പങ്കുവച്ചു. അന്തേവാസികൾക്ക് ഷുഗർ, പ്രഷർ പരിശോധന നടത്തി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത രാജീവൻ, സെക്രട്ടറി KK നിഖിൽ, താലൂക്ക് ആശുപത്രി ഡെപ്യൂട്ടി നഴ്സിംഗ് സൂപ്രണ്ട് KA ബീന, ആശുപത്രി PRO സംന വി രവീന്ദ്രൻ, താലൂക്ക് ആശുപത്രി സെക്കൻഡറി പാലിയേറ്റീവ് യൂണിറ്റ് സ്റ്റാഫ് നഴ്സ് റിനിമോൾ ഡേവിസ്, അളകപ്പനഗർ കുടുംബാരോഗ്യ കേന്ദ്രം JHI നസ്രീൻ, പ്രൈമറി പാലിയേറ്റീവ് നഴ്സ് കീർത്തി രവീന്ദ്രൻ, MLS P ജിൻസി, ആശാ വർക്കർ ജോളി, പാലിയേറ്റീവ് വോളണ്ടിയർമാർ എന്നിവർ പങ്കെടുത്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് പരിചരണ പദ്ധതിയുടെ ഭാഗമായി സന്നദ്ധ പ്രവർത്തകർക്ക് സംഘടിപ്പിച്ച ത്രിദിന പരിശീലന പരിപാടി കല്ലൂരിൽ സമാപിച്ചു. പരിശീലനം പൂർത്തീകരിച്ച സന്നദ്ധ പ്രവർത്തകർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും നായരങ്ങാടിയിലേക്ക് പാലിയേറ്റീവ് പരിചരണ സന്ദേശ റാലി സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ അനുപമ വിജയൻ നേതൃത്വം നൽകി. വസ്ത്രലോകത്ത് പുത്തൻ ട്രെൻഡുകളുടെ മായാവിസ്മയം തീർത്ത് വസ്ത്രമഹാത്ഭുതം തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തനം ആരംഭിച്ചു. പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച ശേഷം തൃശൂരിലെത്തിയ വസ്ത്രമഹാത്ഭുതം മഹാമേളയുടെ ഉദ്ഘാടനം തൃശൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ML റോസി നിർവഹിച്ചു. ഡിവിഷൻ കൗൺസിലർ സിന്ധു ആൻഡോ ചാക്കോള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുകേഷ് കൂളപ്പറമ്പിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഉദ്ഘാടന വേളയിൽ ഹക്കീം മണ്ണാർക്കാട്, കരോളിൻ ജെറീഷ്, രാജൻ ജെ പല്ലൻ, P വിമൽ, അജൽ മോഹനൻ, നൌഫൽ മടക്കത്താനം, ശരത് കുമ്പിടി, ഹാഫിർ കാനാഞ്ചേരി, AB ഫ്രാൻസിസ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഡൽഹി, കൊൽക്കത്ത, ജയ്പൂർ, ബോംബെ, സൂറത്ത് തുടങ്ങിയ ഉൽപാദന കേന്ദ്രങ്ങളിൽ നിന്നും വസ്ത്രങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നു എന്നതാണ് വസ്ത്രമഹാത്ഭുതത്തിന്റെ പ്രത്യേകത. എല്ലാത്തരം ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് വസ്ത്രങ്ങളുടെയും പുത്തൻ ട്രെൻഡുകൾ അമ്പരിപ്പിക്കുന്ന വിലക്കുറവിൽ ആവശ്യക്കാർക്ക് സ്വന്തമാക്കാം. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ജനുവരി 21 വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് ₹1 ബ്രാൻഡഡ് ടീ-ഷർട്ട് സ്വന്തമാക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. ബ്രാൻഡഡ് കാഷ്വൽ ഷർട്ടുകൾ ₹169 മുതലും, ലേഡീസ് കുർത്തീസ് ₹99 മുതലും, ബെഡ്ഷീറ്റുകൾ ₹99 മുതൽ, ₹19 മുതൽ കുട്ടികളുടെ വസ്ത്രങ്ങളും, ₹2000 വില വരുന്ന വെസ്റ്റേൺ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ ₹499 താഴെ വിറ്റഴിക്കുന്നു. കൂടാതെ പില്ലോ ₹69, ബെഡ് ₹399, ബ്ലാങ്കറ്റ് ₹99, പെൺകുട്ടികളുടെ പാന്റുകൾ ഒന്നെടുത്താൽ 2 എണ്ണം സൗജന്യം തുടങ്ങി മിന്നുന്ന ഓഫർ പൂരവുമായാണ് പൂരത്തിന്റെ നാട്ടിൽ വസ്ത്രമഹാത്ഭുതം പ്രവർത്തനം ആരംഭിച്ചത്. വസ്ത്രലോകത്തെ മായാവിസ്മയം നേരിട്ടറിയാൻ തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് സമീപത്തെ വസ്ത്രമഹാത്ഭുതമേള സന്ദർശിക്കുക. വസ്ത്രമഹാത്ഭുതം മഹാമേള, കൊക്കാല ഗ്രൗണ്ട്, ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിന് സമീപം, തൃശൂർ. ഫോൺ 7591929399. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം, ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നതാണ്. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചെസ് ടൂർണമെന്റിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്ത ജോൺ മാത്യുവിന് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. മാധ്യമപ്രവർത്തകൻ K പ്രസാദ് ട്രോഫി സമ്മാനിച്ചു. സംഘാടക സമിതി ജനറൽ കൺവീനർ ഉമ്മൽ കുൽസു അസീസ് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സുനിത ബാലൻ, സംഘാടക സമിതി ചെയർമാൻ ബെന്നി തൊണ്ടുങ്കൽ, കോർഡിനേറ്റർ ശാലിനി ജോയ്, ട്രസ്റ്റ് പ്രസിഡന്റ് TR ഔസഫ് കുട്ടി, സെക്രട്ടറി ഷാജു കാവുങ്കൽ, VK കാസിം, മെൽവിൻ ജേക്കബ്, IR രാജൻ, KK ശിവരാമൻ, OP ജോണി എന്നിവർ സംസാരിച്ചു. ദേശീയപാതയിൽ കാനയുടെ മുകളിൽ അശ്രദ്ധമായി മൂടിയിരുന്ന സ്ലാബ് തകർന്ന് കൊടകര പഞ്ചായത്ത് അംഗത്തിന് പരിക്കേറ്റു. വ്യാഴാഴ്ച രാത്രി 10:30 പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് മുന്നിൽ സ്ലാബിൽ ചവിട്ടിയപ്പോഴായിരുന്നു സ്ലാബ് തകർന്നത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ 3-ാം വാർഡ് അംഗം CDCBയെ ചാലക്കുടിയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കൊടകര പോലീസിനും ദേശീയപാത അതോറിറ്റിക്കും സിബി പരാതി നൽകി. അളകപ്പനഗർ കാഞ്ഞൂർ ചുങ്കം ശ്രീ വിദ്യാധിരാജ NSS വിദ്യാപീഠം സ്കൂളിൽ വാർഷികാഘോഷം ടെലിവിഷൻ താരം കലാഭവൻ KC രജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് മാനേജർ PR അജിത് കുമാർ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം സജ്ന ഷിബു, സ്കൂൾ കൺവീനർ K ശേഖരൻ, യൂണിയൻ സെക്രട്ടറി K രവീന്ദ്രൻ, വിദ്യാലയ സമിതി പ്രസിഡന്റ് P രാമകൃഷ്ണൻ,
NSS വനിതാ യൂണിയൻ വൈസ് പ്രസിഡന്റ് ചന്ദിക സുരേഷ്, വനിതാ മേഖല കൺവീനർ രാജി അനീഷ്, പ്രധാന അധ്യാപിക ഷൈനി ജോൺസൺ, SWC പ്രസിഡന്റ് AC വിജിൻ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ V ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വരാൻ സാധിച്ചതും ഉദ്ഘാടകനായിട്ട് വരാൻ സാധിച്ചതും എന്നോട് ജഗദീഷിനോട് നന്ദി പറയുകയാണ്. അപ്പോൾ ഞാൻ അധികം സമയം എടുത്ത് പ്രോഗ്രാം ചെയ്യുന്നില്ല. ഞാൻ മഴവിൽ മനോരമയിലേക്ക് പ്രോഗ്രാം ചെയ്തത് 5 മിനിറ്റ് കൊണ്ട് 50 പേരുടെ ശബ്ദമാണ് ചെയ്തത്. നമുക്കറിയാം, നമ്മളുടെ വിദ്യാലയത്തിൻ്റെ ഈ ചെറിയ വിദ്യാലയത്തിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണെന്ന് ഇവിടെ നടക്കുന്നത്. നമ്മുടെ വിദ്യാലയം തുടങ്ങി 8 വർഷം ആയിരിക്കുകയാണ്. 8 വർഷത്തിനിടയ്ക്ക് അന്ന് ഞാൻ ഭാരതീയ വിദ്യാനികേതൻ്റെ ഒരു CBSE സ്കൂളിൻ്റെ മാനേജറായിരുന്നു 15 വർഷം മുമ്പ്. ആ ഒരു ഫീലിംഗ് ആണ് ഇന്ന് ഇവിടെ ഇരുന്നപ്പോൾ എനിക്കുണ്ടായത്. പ്രാർത്ഥനാ ഗീതം ആലപിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് തന്നെയാണ് ആലപിക്കാറ്. വിദ്യാനികേതൻ്റെ എല്ലാ സ്കൂളുകളിലും മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള 147ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് ഞായറാഴ്ച കൊടകര GLP സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതുവരെ നടന്ന ക്യാമ്പുകളിലായി 12,000-ഓളം രോഗികൾക്ക് സൗജന്യമായി നേത്ര ചികിത്സ ലഭ്യമാക്കാനും 4,000-ഓളം പേർക്ക് ശസ്ത്രക്രിയ നടത്തിക്കൊടുക്കാനും കഴിഞ്ഞതായി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ P രാധാകൃഷ്ണൻ, KV രാമജയൻ, അനിൽ വടക്കേടത്ത് എന്നിവർ പങ്കെടുത്തു. ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുഴിക്കാട്ടുകോണം സാകേതം സ്നേഹസദനം സന്ദർശിച്ചു. വിദ്യാർത്ഥികൾ അമ്മമാർക്കൊപ്പം ചെലവഴിക്കുകയും അവർക്കായി ശേഖരിച്ച നിത്യോപക സാധനങ്ങളും വസ്ത്രങ്ങളും സാകേതം ഭാരവാഹി മോഹന് കൈമാറി. വിദ്യാർത്ഥികളായ മിത്ര ഡേറ്റ്സ്, ദേവത്തൻ S നായർ, ഋതുപ്രിയ, JRC അധ്യാപകരായ ബിനു G കുട്ടി, സൂര്യ G നാഥ്, C മിനി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഓട്ടോ ലൈറ്റ് മോട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കൊടകര ഏരിയയിലെ മുഴുവൻ അംഗങ്ങളും കുടുംബസമേതം ശനിയാഴ്ച നടക്കുന്ന മനുഷ്യചങ്ങലയിൽ പങ്കെടുക്കുവാൻ ഏരിയ പ്രവർത്തക യോഗം തീരുമാനിച്ചു. CPM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഹാളിൽ CITU സംസ്ഥാന കമ്മിറ്റി അംഗം KV ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. CV ശിവൻ അധ്യക്ഷനായി. PC ഉമേഷ്, MA ഫ്രാൻസിസ്, MK മോഹനൻ, TK പത്മനാഭൻ, PC ലജീഷ്, TS രാജ്കുമാർ എന്നിവർ സംസാരിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോസഫിന്റെ ലില്ലി എഴുന്നള്ളിപ്പും ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ വരെ വിവിധ ചടങ്ങുകളോടെ ആഘോഷിക്കും. ശനിയാഴ്ച രാവിലെ 6:30 ഫാദർ ഷാജു ചെറയത്തിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന, പ്രസിദ്ധേന്തി വാഴ്ച, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ, കുടുംബ യൂണിറ്റുകളിലേക്ക് അമ്പ്, ലില്ലി എഴുന്നള്ളിപ്പ്. രാത്രി 10:30 14 മുതൽ 24 വരെയുള്ള യൂണിറ്റുകളിലെ അമ്പു പ്രദർശനങ്ങളും 11 1 മുതൽ 13 വരെയുള്ള യൂണിറ്റുകളുടെ അമ്പു പ്രദർശനങ്ങളും പള്ളിയിലെത്തി സമാപിക്കും. ഞായറാഴ്ച രാവിലെ 10:30 നടക്കുന്ന തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ജിബൻ കണ്ടത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോജു കോക്കാട്ട് സന്ദേശം നൽകും. ഉച്ചകഴിഞ്ഞ് 4 ഇടവക വൈദികരുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലി, തുടർന്ന് തിരുനാൾ പ്രദർശനം. ടൗൺ അമ്പ് ആഘോഷിക്കുന്ന തിങ്കളാഴ്ച രാവിലെ 8:30 കച്ചവട സ്ഥാപനങ്ങളിലേക്ക് അമ്പ്, ലില്ലി എഴുന്നള്ളിപ്പ് നടക്കും. വൈകിട്ട് 6:30 പ്രദർശനം. രാത്രി 11 ടൗൺ അമ്പ് സമാപനം എന്നിവയാണ് ചടങ്ങുകൾ. മണ്ണമ്പേട്ട പരിശുദ്ധ അമലോത്ഭവ മാതാവിൻ പള്ളിയിൽ വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും സംയുക്ത തിരുനാൾ ഞായറാഴ്ച ആഘോഷിക്കും. വെള്ളിയാഴ്ച 3 മുറി പാരിഷ് ഹാളിൽ രാവിലെ 10 മുതൽ 12 വരെയാണ് പരിപാടി. വയോജനങ്ങൾക്ക് സർക്കാർ മാനദണ്ഡ പ്രകാരം വാക്കർ, വീൽചെയർ, ഹിയറിംഗ് എയ്ഡ് എന്നിവയാണ് നൽകുന്നത്. ഉപകരണങ്ങൾ ആവശ്യമുള്ള ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും പങ്കെടുക്കാം. ക്യാമ്പിൽ പങ്കെടുക്കുന്ന വയോജനങ്ങൾ നിർബന്ധമായും ആധാർ, റേഷൻ കാർഡ് എന്നിവയുടെ കോപ്പിയുമായി എത്തണം. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർ ക്യാമ്പിൽ ഹാജരാകുമ്പോൾ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരേണ്ടതാണ്. ക്രൈസ്റ്റ് കോളേജ് ഓട്ടോണമസ് NSS യൂണിറ്റും കേരള സർക്കാർ ശുചിത്വ മിഷനും സംയുക്തമായി കേരള സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പരിപാടിയായ സ്നേഹാരംഭത്തിന് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് വുമൻസ് ഹോസ്റ്റലിന് സമീപം തുടക്കമിട്ടു. ഇതിന്റെ ഭാഗമായി മാലിന്യങ്ങളും പാഴ്ചെടികളും നീക്കം ചെയ്ത് വൃക്ഷത്തൈകളും മറ്റു ചെടികളും വച്ചുപിടിപ്പിച്ചു. മനോഹരമായ പൂന്തോട്ടം നിർമ്മിച്ചു. ക്രൈസ്റ്റ് കോളേജ് NSS വോളണ്ടിയർമാരുടെ പരിശ്രമ ഫലമായി 20ഓളം ഫലവൃക്ഷ തൈകളും പൂച്ചെടികളും ആയുർവേദ ചെടികളും അടങ്ങുന്ന ഒരു ഉദ്യാനം നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചു. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഡോക്ടർ ഡോളി ആൻഡ്രൂസ് CMI
അധ്യക്ഷനായ ചടങ്ങിൽ ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി ക്ഷേമകാര്യ വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി അംബിക പള്ളിപ്പുറത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യാതിഥിയായി പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ, ആരോഗ്യവകുപ്പ് ഇൻസ്പെക്ടർമാരായ CV പ്രവീൺ, B പ്രസീജ, അനിൽ KG, ഷിൻഡോ PV, ജിൻസി SR, സിസ്റ്റർ ഡില്ല, സൂര്യദത്ത് എന്നിവർ പ്രസംഗിച്ചു. രാപ്പാൾ വീനസ് ക്ലബിന്റെയും ഐവിഷൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ രാപ്പാൾ വീനസ് ക്ലബ് അങ്കണത്തിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തുന്നു. സൗജന്യ നേത്ര പരിശോധന ക്യാമ്പിന്റെ ഉദ്ഘാടനം പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിക്കും. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ NM പുഷ്പാകരൻ, വാർഡ് അംഗം KK പ്രകാശൻ എന്നിവർ വിശിഷ്ട അതിഥികളാകും. അന്വേഷണങ്ങൾക്കും രജിസ്ട്രേഷനും വിളിക്കുക 8281314141. TN പ്രതാപന് വേണ്ടി തൃശൂരിൽ വിലക്ക് ലംഘിച്ച് ചുവരെഴുത്ത് തുടരുന്നു. പുല്ലഴിയിലെ കോൺഗ്രസ് ഓഫീസിന് മുന്നിലെ മതിലിലാണ് ഏറ്റവും ഒടുവിലായി ചുവരെഴുതിയത്. KPCC സെക്രട്ടറി A പ്രസാദിന്റെ നിർദ്ദേശത്തോടെയാണ് ചുവരെഴുതിയതെന്നാണ് ആക്ഷേപം. എന്നാൽ ചുവരെഴുത്തിനെതിരെ കർശന നിലപാടുമായി TN പ്രതാപൻ രംഗത്തെത്തി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപുള്ള ചുവരെഴുത്തിൽ നിന്നും പ്രവർത്തകർ പിന്മാറണമെന്ന് TN പ്രതാപൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും സിറ്റിംഗ് MP TN പ്രതാപന്റേതടക്കം കർശന നിർദ്ദേശം നിലനിൽക്കെയാണ് തുടരെയുള്ള ചുവരെഴുത്തുകൾ. എളവള്ളിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എഴുതിയ ചുവര് TN പ്രതാപൻ ഇടപെട്ട് മായ്ച്ച് മണിക്കൂറുകൾ കഴിയും മുൻപാണ് പുല്ലഴി കോൺഗ്രസ് ഓഫീസ് മതിലിൽ വീണ്ടും ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപത്തോടെ പ്രതാപൻ തുടരുമെന്ന വാചകത്തോടെയാണ് ചുവരെഴുത്ത്. KPCC സെക്രട്ടറി K പ്രസാദിന്റെ നിർദ്ദേശത്തെ തുടർന്ന് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ചുവരെഴുതിയത് എന്നാണ് ആക്ഷേപം. എന്നാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപുള്ള ചുവരെഴുത്തിനെ TN പ്രതാപൻ വീണ്ടും തള്ളി. ചുവരെഴുത്തിൽ നിന്നും പ്രവർത്തകർ പിന്മാറണമെന്നും TN പ്രതാപൻ ആവശ്യപ്പെട്ടു. ബലാത്സംഗ കേസിൽ പ്രതിക്ക് 22 വർഷം കഠിന തടവും 1,10,000 രൂപ പിഴയും. 2018 ഏപ്രിൽ മാസം ഇരയുടെ ബന്ധുവായ പ്രതി കണ്ടാണശ്ശേരി വില്ലേജ് ചൊവ്വല്ലൂർ ദേശത്ത് വലിയകത്ത് വീട്ടിൽ സദക് 27 വയസ്സ് എന്നവർ രാത്രി 12 മണിക്ക് ഇരയുടെ കയ്യിൽ നിന്നും പണയം വെക്കാൻ വാങ്ങിയ കൈച്ചെയിൻ തിരികെ നൽകാനാണെന്ന വ്യാജേന ജനൽപ്പാളിയിൽ തട്ടി വിളിച്ചുണർത്തി വാതിൽ തുറന്നില്ലെങ്കിൽ ഇര വിളിച്ചിട്ടാണ് വന്നത് എന്ന് നാട്ടുകാരോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി ലിഷ S 22 വർഷം കഠിന തടവിനും 1,10,000 രൂപ പിഴയടയ്ക്കാനും കൽപ്പിച്ചു. പിഴ സംഖ്യയിൽ 1,00,000 രൂപ ഇരയ്ക്ക് നൽകുന്നതിനും കോടതി ഉത്തരവിട്ടു. ഈ കേസിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ E ബാലകൃഷ്ണൻ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയും പിന്നീട് ഇൻസ്പെക്ടർ മനോജ് കുമാർ കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് രഞ്ജിക, K ചന്ദ്രൻ, അനുഷ എന്നിവർ ഹാജരായി. പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനു വേണ്ടി ഗുരുവായൂർ SPO ഷിജു TK എന്നിവർ ഹാജരായി. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിൽ മെഡിക്കൽ ഓഫീസറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത MBBS, TC, AC രജിസ്ട്രേഷൻ, പ്രവൃത്തി പരിചയം അഭികാമ്യം, പ്രായപരിധി 62 വയസ്സ്, ജനനതീയതി, യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പുകളും ബയോഡാറ്റയും ജനുവരി 24 വൈകിട്ട് 5-നകം ആരോഗ്യ കേരളം ജില്ലാ ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ 0487-232-5824. കാലിക്കറ്റ് സർവകലാശാലയുടെ സ്വായശ്രയ പഠന കേന്ദ്രമായ പുതുക്കാട് CCSIT-യിലെ BSc ITIയിൽ മാത്തമാറ്റിക്സ് താൽക്കാലിക അധ്യാപകന്റെ ഒഴിവുണ്ട്. ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. UGC നെറ്റ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. അപേക്ഷകർ സ്വന്തം തയ്യാറാക്കിയ അപേക്ഷ, ബയോഡാറ്റ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ ജനുവരി 23 വൈകിട്ട് 5 മുൻപായി നേരിട്ടോ തപാൽ വഴിയോ പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ക്യാമ്പസിലെ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0487-2751888 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5770 രൂപയും പവന് 46,160 രൂപയും രേഖപ്പെടുത്തി.
രാപ്പാൾ പള്ളം പരേതനായ കല്ലേല മാണിക്യന്റെ ഭാര്യ കാർത്തു അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ബാലകൃഷ്ണൻ, മോഹനൻ, ഷൈനി എന്നിവർ മക്കളും സുനിത, ലത, കൃഷ്ണൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. നെടുമ്പാൾ കോഴി ഫാമിൽ പട്ടാപ്പകൽ തെരുവുനായ ആക്രമണത്തിൽ 1000-ഓളം കോഴികൾ ചത്തു. കൂടുതൽ കോഴികൾക്ക് പരിക്കുണ്ട്. നെടുമ്പാൾ കുറ്റിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണന്റെ ഫാമിൽ വെള്ളിയാഴ്ച രാവിലെ 11-നായിരുന്നു സംഭവം. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ശാസ്താംപൂവം ആദിവാസി കോളനിയെ അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി നടപ്പിലാക്കുന്നതിന് തെരഞ്ഞെടുത്തതായി KK രാമേന്ദ്രൻ MLA അറിയിച്ചു. പാലിയേറ്റീവ് വാരാചരണത്തിന്റെ ഭാഗമായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ സെക്കൻഡറി പാലിയേറ്റീവ് കെയർ യൂണിറ്റും അളകപ്പനഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ പ്രൈമറി കെയർ യൂണിറ്റും സംയുക്തമായി അസീസി വൃദ്ധസദനം സന്ദർശിച്ചു. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചെസ് ടൂർണമെന്റിൽ മട്ടത്തൂർ പഞ്ചായത്തിലെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്ത ജോൺ മാത്യുവിന് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിച്ചു. അളകപ്പനഗർ കാഞ്ഞൂർ ചുങ്കം ശ്രീ വിദ്യാധിരാജ NSS വിദ്യാപീഠം സ്കൂളിൽ വാർഷികാഘോഷം ടെലിവിഷൻ താരം കലാഭവൻ KC രഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.